എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCERTയുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. ദഹനവും പോഷക സംവഹനവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ ഒരു ബോക്സിൽ പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ധാന്യകം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രദാനം ചെയ്യുക എന്നാണ് ധാന്യകത്തിൻ്റെ ധർമ്മം. പ്രോട്ടീൻ ആണെങ്കിൽ ശരീര നിർമ്മാണ ഘടകമാണ്. പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീര നിർമ്മിതിക്ക് വേണ്ടിയാണ്. കൊഴുപ്പ് ശരീരത്തിന് ഊർജം നൽകുന്നതിനോടൊപ്പം കോശവളർച്ചയും സഹായിക്കുന്നു. ധാതുക്കളാണെങ്കിൽ വളർച്ച, വികാസം, ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. വിറ്റാമിനുകൾ രോഗപ്രതിരോധ ശേഷി, ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നു. ജലം ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്തുന്നു, അതുപോലെ നിർജ്ജലീകരണം തടയുന്നു. എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. അടുത്തായിട്ട് ഒരു ഫുഡ് പ്ലേറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്നത്. ഫുഡ് പ്ലേറ്റിൻ്റെ ഡയഗ്രാമൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ. 5 ഘട്ടങ്ങളാണ് പോഷണ പ്രക്രിയയിൽ ഉള്ളത്. നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത് മുതൽ അതിൻ്റെ ഡൈജഷൻ വരെയുള്ള കാര്യങ്ങളിൽ ശരീരം എങ്ങനെ പോഷണങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഈ ഘട്ടങ്ങളിലൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് ആഹാര സ്വീകരണം അഥവാ ഇൻജഷൻ, ദഹനം ഡൈജഷൻ, ആഗിരണം അബ്സോർപ്ഷൻ, അതുപോലെ സ്വാംശീകരണം അസിമിലേഷൻ, വിസർജനം എക്സ്ക്രീഷൻ. എല്ലാത്തിൻ്റെയും ഡെഫിനേഷനൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണതയുള്ള ജീവികളിലേക്ക് പോകുന്തോറും പോഷണ പ്രക്രിയയും സങ്കീർണമാകുന്നു. അപ്പോൾ നമുക്കറിയാം ഘടനയുള്ള ഏകകോശ ജീവികളിലൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. എന്നാൽ മനുഷ്യരിലേക്കൊക്കെ എത്തിക്കുമ്പോൾ വലിയ ദഹന വ്യവസ്ഥയുണ്ട്, അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അടുത്തതായിട്ട് അമീബയിലെയും ഹൈഡ്രയിലെയും പോഷണമാണ് പറയുന്നത്. അപ്പോൾ ഒരു താരതമ്യ പഠനം പോലെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ശരീരഘടന. അമീബ ഒരു ഏകകോശ ജീവിയാണ്, നമുക്കറിയാം. ഹൈഡ്രയാണെങ്കിൽ ബഹുകോശ ജീവിയാണ്. അമീബ ആഹാരം സ്വീകരിക്കുന്നത് കപടപാദങ്ങളിലൂടെയാണ്. ഹൈഡ്രയാണെങ്കിൽ ടെൻഡക്കിളാണ്. ദഹനം നടക്കുന്ന ഭാഗം അമീബയിൽ കോശത്തിനകത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ ഹൈഡ്രയിൽ 2 തരത്തിൽ നടക്കുന്നുണ്ട്. കോശത്തിനകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് അമീബയാണെങ്കിൽ കോശോപരിതലത്തിൽ നിന്ന് തന്നെ പുറന്തള്ളുന്നു. ഹൈഡ്രയിൽ പക്ഷേ വായയിലൂടെ പുറന്തള്ളാൻ സംവിധാനമുണ്ട്. അപ്പം നമുക്കറിയാമല്ലേ, അമീബയുടെ ഡയഗ്രാമൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ഘടനയൊക്കെ അമീബയിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞുള്ളൊരു കോശസ്തരമൊക്കെയാണുള്ളത്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഈ ഇടയ്ക്കത്തെ ഭാഗത്തിലൂടെ ഇങ്ങനെയൊരു ഫുഡ് പാർട്ടിക്കിൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ അമീബ അതിനെ ഈ കോശസ്തരം കൊണ്ട് കവർ ചെയ്തിട്ട് കോശത്തിനകത്താക്കുകയും അങ്ങനെ അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അമീബയിലെ ദഹന സംവിധാനം. ഇനി ഹൈഡ്രയാണെങ്കിൽ നമുക്കറിയാം, ഹൈഡ്രയിലെ ഘടന ഇങ്ങനെ ഒരു ഘടനയാണ് ഹൈഡ്രയ്ക്കുള്ളത്. അതിലിങ്ങനെ വള്ളി പോലെ ടെൻഡക്കിളുകളുണ്ട്. ഈ ഭാഗങ്ങളാണ് ടെൻഡക്കിളുകൾ. അപ്പോൾ അതിലൂടെ ഫുഡ് പാർട്ടിക്കിളുകളൊക്കെ ആഗിരണം ചെയ്യുന്നു. പുറത്തു നിന്ന് ദഹനം നടക്കുന്നു. അതുപോലെ കോശത്തിനകത്തു നിന്നും എൻസൈമുകളുടെ സഹായത്താൽ ഹൈഡ്രയിൽ ദഹനം നടക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്കിങ്ങനെ അമീബയിലെ കപടപാദങ്ങളും അതുപോലെ ഹൈഡ്രയിലെ ടെൻഡക്കിളും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാം. അമീബയിൽ ആഹാരത്തെ കോശത്തിനുള്ളിലാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് കപടപാദം. അമീബയുടെ കോശത്തിനുള്ളിലെ ഫുഡ് വാക്യൂളിലെത്തിയ ആഹാരത്തെ എൻസൈമുകൾ ദഹിപ്പിക്കുന്നു. അതായത് കോശാന്തരിക ദഹനമാണ് അവിടെ നടക്കുന്നത്. അമീബയിൽ ആഹാര അവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെടുന്ന ഭാഗമാണ് കോശോപരിതലം. ഉപരിതലത്തിലൂടെ തന്നെ പുറന്തള്ളുന്നു. ഇനി അടുത്തതായിട്ട് ഹൈഡ്രയിലെ കാര്യമാണ് പറയുന്നത്. ഹൈഡ്രയിൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കി ശരീര അറയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ടെൻഡക്കിൾ. അപ്പോൾ ആ ടെൻഡക്കിൾ ഇങ്ങനെ ഇരയെ ആകർഷിക്കുന്നു. അത് കഴിഞ്ഞ് അത് മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുന്നു. ഇനി ഹൈഡ്രയിൽ 2 തരത്തിൽ ദഹനം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം അവിടെ പറയുന്നത് കോശബാഹ്യ ദഹനം. ഇപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥം ഹൈഡ്രയുടെ ടെൻഡക്കിളുകൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹൈഡ്രയുടെ ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. അതായത് കോശബാഹ്യ ദഹനം അവിടെ നടക്കുന്നു.
ഹൈഡ്രയുടെ കോശത്തിനുള്ളിൽ എത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അതായത് കോശാന്തരിക ദഹനം അവിടെ നടക്കുന്നു. അപ്പോൾ ഈ 2 ദഹനങ്ങളിലൂടെയും ദഹനം പൂർത്തിയാകുന്നു ഹൈഡ്രയിൽ. ഹൈഡ്രയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് വായുവിലൂടെയാണ്. അപ്പം അമീബയിലെ പോലെയല്ല, കുറച്ചും കൂടി സങ്കീർണമായ ഘടന ഹൈഡ്രയ്ക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തായി ദഹനത്തിൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറയുന്നത്. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം അഥവാ ഡൈജഷൻ. ഇനി ദഹനം പൂർണ്ണമാണെങ്കിൽ 2 തരത്തിലുള്ള ദഹനം അവിടെ നടക്കണം. യാന്ത്രിക ദഹനവും രാസിക ദഹനവും. അപ്പോൾ അതെന്താണെന്നാണ് അവിടെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ആഹാരം ചെറുകണികകളായി മാറുന്നതാണ് യാന്ത്രിക ദഹനം, അതായത് മെക്കാനിക്കൽ ഡൈജഷൻ. അപ്പോൾ അവിടെ മറ്റ് പദാർത്ഥങ്ങളുടെ സ്വാധീനത്തോടെ എൻസൈമുകളല്ലാതെ മറ്റ് ഘടകങ്ങൾ, പല്ലുകൾ, അതുപോലെ ഇങ്ങനെ ചെറുകുടലിൻ്റെയും ആമാശയത്തിലെയൊക്കെ പേശി പ്രവർത്തനങ്ങൾ, അതിലൂടെയൊക്കെ നടക്കുന്ന ദഹനമാണ് യാന്ത്രിക ദഹനം. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണ യോഗ്യമായ ലഘുഘടകങ്ങളായി മാറുന്നതാണ് രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ. അടുത്തതായിട്ട് അയവിറക്കുന്ന ജീവികളിലെ ആമാശയത്തിലെ 4 അറകളുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പുതിയ പോയിൻ്റാണ്, പഴയ SRTയിൽ ഇല്ലാത്ത ഒരു പോയിൻ്റാണ്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം എന്നിവയാണ് ഈ പേരുകൾ. +1 ടെക്സ്റ്റിൽ ഈ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഭക്ഷിക്കുന്ന പോലെയല്ല, പശുക്കൾ പുൽവർഗ്ഗത്തിൽപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ സെല്ലുലോസാണ് അതിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള എൻസൈമുകളാണ് ഇതിന് സഹായിക്കുന്നത്. അയവിറക്കുന്ന ജീവികളിലെ ആഹാരത്തിൻ്റെ താൽക്കാലിക സംഭരണ കേന്ദ്രമാണ് റൂമൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ 1 വേർഡായിട്ട് ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അയവിറക്കുന്ന ജീവികളിലെ ആഹാരത്തിൻ്റെ താൽക്കാലിക സംഭരണ കേന്ദ്രം റൂമനാണ്. അപ്പോൾ ആ ഒരു 4 അറകളുടെ പേരും പഠിച്ചു വെക്കുക, പിന്നെ റൂമൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് പല്ലിൻ്റെ ഘടന. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കുവാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിൻ്റെ നിർജീവമായ പുറം കവചമാണ് ഇനാമൽ. അപ്പോൾ ഇനാമലിന് ജീവനില്ല, നമുക്കറിയാം, ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്ന പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ പൾപ്പ് ക്യാവിറ്റിയിലാണ് പല്ലിൻ്റെ വേരൊക്കെ ഉള്ളത്. അപ്പോൾ ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. അതുപോലെ യോജക കല കാണുന്ന പല്ലിൻ്റെ ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഈ ഓരോരോ നിർവചനങ്ങളും പഠിച്ചു വെക്കുക. പൾപ്പ് ക്യാവിറ്റിൻ്റെ രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. അപ്പോൾ ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളാണ് പല്ലിൻ്റെ നിർമ്മാണത്തിൽ ബേസായിട്ടുള്ള കോശങ്ങൾ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമൻറ്റം. അപ്പോൾ ആ ഒരു പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സിമൻറ്റത്തിൻ്റെ ഡെഫിനിഷൻ പോലെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വിഴുങ്ങൽ പ്രക്രിയയാണ് പറയുന്നത്. ചവച്ചരയ്ക്കൽ പ്രക്രിയയിൽ നാവ്, ഉമിനീർ എന്നിവ സഹായിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാവും ഉമിനീരും ഒക്കെ ചവച്ചരയ്ക്കൽ പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ട് പല്ലിനോടൊപ്പം. നാക്ക് ആഹാരത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. അപ്പോൾ ഉരുളകളാക്കിയിട്ട് ആമാശയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് തള്ളുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. അപ്പോൾ ചെറുനാക്കിൻ്റെ ഫങ്ഷനാണ് അവിടെ പറയുന്നത്. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്കാണ് അടയ്ക്കുന്നത്. ഇനി അവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. നാവിൽ ഭക്ഷണം ഉള്ളിലേക്ക് തള്ളുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന ഒരു ആരോ മാർക്കുണ്ട്. പിന്നെ എപ്പിഗ്ലോട്ടിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? ശ്വാസനാളത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ അങ്ങനെ അന്നനാളത്തിലേക്ക് ഭക്ഷണം എത്തുന്നു. നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്ലോമപിദാനം. അപ്പോൾ എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളമാണ് ക്ലോമപിദാനം.
ആഹാരം അന്നനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ അവിടെ ആഹാരപദാർത്ഥം വരുമ്പോഴത്തേക്കും ശ്വാസനാളം കുറച്ച് മുകളിലേക്ക് ഉയർന്നാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് ആ ഒരു ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ദഹന വ്യവസ്ഥ. എന്തൊക്കെയാണ് ദഹന വ്യവസ്ഥയിലുള്ളത്, എങ്ങനെയാണ് ദഹനം നടക്കുന്നത് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാന ഭാഗങ്ങൾ: വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്ന ഭാഗമാണ് വായ അഥവാ മൗത്ത്. അപ്പോൾ സലൈവറി അമിലേസ് ആണ് വായയിലുള്ള എൻസൈം. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിലെ ചലനമാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ ആമാശയത്തിൻ്റെ വളഞ്ഞു പുളഞ്ഞുള്ള ആ ഒരു പേശി ചലനമാണ് പെരിസ്റ്റാൾസിസ്. ആമാശയം അഥവാ സ്റ്റൊമക്ക്. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. അപ്പോൾ വായയിൽ നിന്ന് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം കൂടുതൽ കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടി പെരിസ്റ്റാൾസിസ് ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേക തരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ വലയപേശിയുടെ സഹായം ഇമ്പോർട്ടൻ്റ് ആണ്. വലയപേശി അവിടെ ഉള്ളതുകൊണ്ടാണ് ആമാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ നമ്മുടെ ആഹാരത്തെ കൂടുതൽ ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ സമയം അവിടെ നിലനിർത്താൻ പറ്റുന്നത്. ആമാശയ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കാനും pH ക്രമീകരിക്കാനുമാണ് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ 2 ധർമ്മങ്ങളാണ് HCl അവിടെ ഉള്ളത്. ആമാശയ രസത്തിലെ എൻസൈമുകളാണ് പെപ്സിനും ലിപ്പേസും. അപ്പോൾ നേരത്തെ നമ്മൾ സലൈവറി അമിലേസ് ഉമിനീരിലെ എൻസൈമാണെന്ന് പറഞ്ഞു. ആമാശയ രസത്തിലാണെങ്കിൽ പെപ്സിനും ഉണ്ട്, ലിപ്പേസും ഉണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ 2ൻ്റെയും ധർമ്മങ്ങൾ പറയുന്നുണ്ട്. പെപ്സിനാണെങ്കിൽ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആമാശയത്തിൽ ഈ 3 കാര്യങ്ങളാണുള്ളത്: 2 എൻസൈമുകളും ശ്ലേഷ്മവും. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്ലേഷ്മത്തിൻ്റെ ധർമ്മം എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ ഈ എൻസൈമുകളൊക്കെ ഒരു നിശ്ചിത pHയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുഴമ്പ് രൂപത്തിലായുള്ള ആ ഒരു പദാർത്ഥത്തിന് കൈം എന്നാണ് പറയുക. അപ്പോൾ വായ്ക്കുള്ളിൽ നിന്ന് പോകുന്ന ഭക്ഷണ പദാർത്ഥം കൈം എന്നാണ് പറയുക. അപ്പോൾ കൈമിന് pH കൂടുതലായിരിക്കും. ക്ഷാരഗുണമാണ് കൈമിനുള്ളത്. അപ്പോൾ ആ ഒരു pH കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ആസിഡിൻ്റെ അംശം ആമാശയഭിത്തികളെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ഭാഗം ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. അപ്പോൾ ചെറുകുടലിൻ്റെ സവിശേഷതകളൊക്കെ ആ ഒരു പോയിന്റിലുണ്ട്. 6 മീറ്റർ നീളമാണ്, 2.5 സെൻറ്റിമീറ്ററോളം വ്യാസവുമുണ്ട്. ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിന് സഹായിക്കുന്ന ചെറുകുടലിലെ യാന്ത്രിക പ്രവർത്തനങ്ങളാണ് പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും. പെരിസ്റ്റാൾസിസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞു പുളഞ്ഞുള്ള ഒരു പേശി ചലനമാണ്. സെഗ്മെൻറ്റേഷൻ അവിടെ കൂടുതൽ സമയം ആഹാരപദാർത്ഥത്തെ നിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. അടിയുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്നതാണ് സെഗ്മെൻറ്റേഷൻ. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അപ്പം ചെറുകുടലിലേക്ക് കരളിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും വരുന്ന ദഹനരസങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അവയുടെ സഹായത്തോടെ കൂടുതൽ ദഹനം നടക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ്ണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളുടെ ലഘുഘടകങ്ങളാണ് ഈ 3 അപ്പോൾ അതിനെ ദഹിപ്പിക്കുന്നത് ആരാണ്? ചെറുകുടലിലെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ്. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ആമാശയത്തിലെ കാര്യം പറഞ്ഞായിരുന്നു, മാംസ്യത്തിനെ ചെറുകണങ്ങളാക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പ്രോട്ടിയേസിൻ്റെ സഹായത്തോടെ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. നമുക്കറിയാം പ്രോട്ടീൻ്റെ ഘടകമാണ് അമിനോ ആസിഡുകൾ. അപ്പോൾ അവിടെ പ്രോട്ടീൻ്റെ ദഹനം അവിടെ പൂർത്തിയായി. ദഹനം പൂർണ്ണമാവുകയും ലഘുഘടകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായി നടക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ചെറുകുടൽ.
അപ്പം ദഹനം പൂർണ്ണമാവുന്നതിനോടൊപ്പം ആഗിരണം ആരംഭിക്കുകയും ചെയ്യുന്നു. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. അപ്പോൾ പക്വാശയമാണ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം. ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ ഉടനീളം കാണപ്പെടുന്ന വിരൽ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. അപ്പോൾ അവിടെ വില്ലസിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. വില്ലസുകൾ ഇങ്ങനെ നീണ്ട് ഉള്ളൊരു ഭാഗമാണ്. വില്ലസുകൾ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വില്ലസിലെ പോഷക ആഗിരണത്തിനായുള്ള പ്രാഥമിക പ്രതലമാണ് ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. അപ്പോൾ വില്ലസിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. വില്ലസിന് പ്രതല വിസ്തീർണം കൂടുന്നത് കൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിൽക്കുകയും ആഗിരണം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ എന്നുള്ളൊരു പ്രാഥമിക പ്രതലത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കാം. അപ്പോൾ സിംഗിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ് അവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. വില്ലസിൻ്റെ പോഷക ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം. അപ്പോൾ അങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് എഴുതാൻ പറ്റണം. ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് രക്തലോമികകളെ രൂപപ്പെടുത്തുന്നു. വില്ലസിലെ ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ആ ഒരു വില്ലസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലാക്റ്റിയൽ എന്ന് പറഞ്ഞ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രക്തലോമികകൾ കണക്ട് ചെയ്ത് വില്ലസ് രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പുറമേയുള്ള പ്രതലമായിട്ട് ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങളും ഡയഗ്രത്തിൽ പറയുന്നുണ്ട്. അപ്പം ലോമികകൾ കൂടി ചേർന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലെ ലോമികകൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലോമികകൾ ആദ്യം ഒരു ശാഖ വില്ലസിലേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ട് ലോമികകൾ രൂപപ്പെടുന്നു, പിന്നെ ആഗിരണം നടക്കുന്നു. അത് കഴിഞ്ഞ് വില്ലസിലെ ലോമികൾ കൂടി ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. അപ്പോൾ വില്ലസിൻ്റെ ഒരു ഘടനയാണ് അവിടെ പറയുന്നത്. രക്തക്കുഴലുകളുണ്ട്, രക്തലോമികളുണ്ട്, ലാക്റ്റിയലുണ്ട്, ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങളുമുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ രക്തലോമികകൾ ആഗിരണം ചെയ്യുന്നു. വില്ലസിലെ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കണികകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും പ്രോട്ടീൻ്റെ ഘടകങ്ങളായുള്ള അമിനോ ആസിഡുകളും ആഗിരണം ചെയ്യുന്നത് രക്തലോമികകളാണ്. വില്ലസിലെ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ലാക്റ്റിയലിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വില്ലസിലെ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. ലാക്റ്റിയലിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏത് ഭാഗമാണ് ആഗിരണം ചെയ്യുന്നത് ഓർത്ത് വയ്ക്കണം. രക്തലോമികൾക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ അമിനോ ആസിഡുകൾ. ലാക്റ്റിയലാണെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും, അതായത് കൊഴുപ്പിൻ്റെ ചെറുഘടകങ്ങളായുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അടുത്തതായിട്ട് കരളിൻ്റെ പങ്ക് എന്താണ്, ദഹനത്തിൽ കരൾ എന്താണ് പങ്കുവഹിക്കുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം അഥവാ ബൈൽ. പിത്തരസം സംഭരിക്കപ്പെടുന്ന ഭാഗമാണ് പിത്താശയം. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്, അതായത് ബൈൽ ഡക്റ്റ്. പിത്തരസം പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പം പിത്തരസത്തിൻ്റെ ധർമ്മം അതാണ്, pH ക്രമീകരിക്കാനും കൊഴുപ്പിനെ ചെറുകണികളാക്കാനും. ഇനി അടുത്തതായിട്ട് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അപ്പോൾ കരളിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുമൊക്കെ ചെറുകുടലിലേക്ക് എൻസൈമുകൾ എത്തുകയും ദഹനത്തിന് സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അപ്പോൾ അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നത് സലൈവറി അമിലേസ് ആണ്. ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ സഹായത്തോടെയാണ്. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ട്രിപ്സിനാണ്. പ്രോട്ടീനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് ലിപ്പേസ് ആണ്. അപ്പോൾ ഓരോ എൻസൈമിൻ്റെയും എന്താണ് ദഹിപ്പിക്കുന്നത്, എന്തിലേക്കാണ് മാറ്റുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. വൻകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദഹന വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. അവശേഷിക്കുന്ന ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ്. അപ്പോൾ മറ്റ് പദാർത്ഥങ്ങളുടെയൊക്കെ ആഗിരണം ചെറുകുടലിലാണ്. ജലവും
ലവണവും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വിറ്റാമിനുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കെയും ബി കോംപ്ലക്സും. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ദഹനം അവിടെ പൂർത്തിയായി. അടുത്തതായി രക്തത്തിൻ്റെ സവിശേഷതകളാണ്. രക്തത്തിൽ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പം പ്ലാസ്മയുടെ അളവ് 55 രക്തകോശങ്ങളുടെ അളവ് 45. അപ്പോൾ ആ ഒരു ശതമാനം ഓർത്ത് വയ്ക്കുക. രക്തത്തിലെ രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽസ് ആണ് അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകൾ. നമുക്കറിയാം RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ. രക്തത്തിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് അരുണ രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ വാതക വിനിമയം, നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചുവിടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംവഹിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രക്തകോശമാണ് RBCs. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് വെളുത്ത രക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന രക്തഭാഗം പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ ധർമ്മം എന്താണ്? ലഘുപോഷകങ്ങളെ സംവഹിപ്പിക്കുന്നു. ഇളം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ് പ്ലാസ്മ. അപ്പം ഇളം മഞ്ഞ നിറമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം PSC ചോദിച്ചത് പ്ലാസ്മയുടെ നിറം എന്താണെന്ന് പറഞ്ഞ് ഓപ്ഷനിലുണ്ടായിരുന്നത് വൈക്കോലിൻ്റെ നിറമെന്നായിരുന്നു. അപ്പം ഇളം മഞ്ഞ വൈക്കോലിൻ്റെ നിറമാണ്. അപ്പം വൈക്കോലിൻ്റെ നിറമെന്നും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. പ്ലാസ്മയുടെ 90 to 92% ജലമാണ്. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലം 90 to 92. പ്രധാന പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേരുംപടി ചേർക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൽബുമിനാണെങ്കിൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. പ്ലാസ്മയിലെ മറ്റ് ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോൺ മുതലായവ. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്താണ്? ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അപ്പം പദാർത്ഥ സംവഹനം നടക്കുന്നത് കോശങ്ങളുടെയും ടിഷ്യൂ ദ്രവത്തിൻ്റെയും ഇടയിലാണ്. ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്ന ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. അപ്പോൾ രക്തവ്യവസ്ഥ പോലെ തന്നെ ലിംഫ് വ്യവസ്ഥയും ഉണ്ട്. അപ്പോൾ ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന വസ്തുക്കളാണ് ഇവയൊക്കെ. അപ്പോൾ ലിംഫ് വ്യവസ്ഥയിൽ എന്താണ് പ്രധാനമായിട്ടും? കൊഴുപ്പിൻ്റെ സംവഹനമാണ്. കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളായുള്ള ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയുടെ സംവഹനമാണ് അവിടെ നടക്കുന്നത്. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. അപ്പോൾ ലിംഫിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? അത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. സ്പ്ലീനും അതുപോലെ അസ്ഥിമജ്ജയും തൈമസ് ഗ്രന്ഥിയൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ധമനി, സിര, ലോമിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ താഴെ പറയുന്നതിൽ സൂചകങ്ങളിൽ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രക്തക്കുഴൽ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ 3 പോയിൻ്റ് കൊടുത്തിട്ട് ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ആദ്യമായിട്ട് ധമനി അഥവാ ആർട്ടറി. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലാണ് ധമനി. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ്. അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ നല്ല ധമനി എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുപോലെ നമ്മൾ ഇലാസ്തികതയുണ്ട്, കട്ടി കൂടുതലാണ്, അതുപോലെ ഉയർന്ന മർദ്ദത്തിലാണ് രക്തം ഒഴുകുന്നത്. അടുത്തതായിട്ട് സിര. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലാണ് സിര. കട്ടി കുറഞ്ഞ ഭിത്തിയാണ്, വാൽവുകൾ കാണപ്പെടുന്നു. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അപ്പോൾ ഓപ്പോസിറ്റാണ്
ധമനിയും സിരയും. അടുത്തതായി പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്ന് അവയവത്തിലേക്ക് രക്തത്തെ വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന സിരയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. അപ്പോൾ എക്സാമ്പിളായിട്ടാണ് അവിടെ ഹെപ്പാറ്റിക് പോർട്ടൽ സിര കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിരയുടെ ഒരു സബ്ബായിട്ടാണ് അവിടെ പോർട്ടൽ സിരകൾ പറയുന്നത്. അടുത്തത് ലോമിക. ലോമിക അഥവാ കാപ്പിലറി. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലാണ് ലോമിക. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. അപ്പോൾ സിരകളെ പോലെ ഒറ്റനിര കോശങ്ങൾ കൊണ്ടാണ് ലോമികയും നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അപ്പോൾ ലോമികയ്ക്കും സിരയ്ക്കും കുറച്ചൊക്കെ സാമ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ലോമികയ്ക്ക് മാത്രമേ ഉള്ളൂ ഒറ്റനിര കോശങ്ങളിൽ ഭിത്തി, സിരകളിലില്ല. സിരകളിൽ കട്ടി കുറഞ്ഞ ഭിത്തിനെ പറയുന്നുള്ളൂ. വാൽവുകളും ഉണ്ട്. എന്നാൽ ലോമികയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളാണ് ഉള്ളത്. അടുത്തതായിട്ട് പോഷകങ്ങളുടെ സംവഹനമാണ് അവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അമിനോ ആസിഡും ഗ്ലൂക്കോസും വില്ലസിലെ രക്തലോമികയാണ് ആഗിരണം ചെയ്യുന്നത്. അത് പോർട്ടൽ സിരയിലൂടെ കരളിലെത്തുകയും പിന്നെ ഹെപ്പാറ്റിക് സിര സ്വീകരിച്ച് മഹാസിരയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഇവയൊക്കെ വില്ലസിലെ ലാക്റ്റിയിലാണ് ആഗിരണം ചെയ്യുന്നത്. അത് ലിംഫ് വാഹിയിലൂടെ കടന്ന് മഹാസിരയിലൂടെ ഹൃദയത്തിലെത്തുന്നു, പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. അപ്പോൾ ഈ ലഘുഘടകങ്ങൾ, ഇത്രയും ലഘുഘടകങ്ങൾ ഇങ്ങനെയാണ് സംവഹനം ചെയ്യപ്പെടുന്നത്. വില്ലസിലെ പോഷക ഘടകങ്ങൾ 2 മാർഗങ്ങളിലൂടെ ഹൃദയത്തിലെത്തുന്നു. പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. കരളിൽ നിന്ന് പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തുന്നു. അപ്പോൾ അതൊരു ഘട്ടമാണ്. അടുത്ത ഘട്ടം പോഷക ഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയിലൂടെ ചെറു ലിംഫ് വാഹികളിൽ നിന്ന് വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിലെത്തുന്നു. അപ്പോൾ പോർട്ടൽ സിരകൾ വഴിയും ലിംഫ് വാഹികൾ വഴിയും അവിടെ സംവഹനം നടക്കുന്നു. ഹൃദയത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരീരം അത് ഉപയുക്തമാക്കുന്നത്. പോഷക ഘടകങ്ങൾ ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് കരളിലെത്തുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്ന് കരൾ അറിയപ്പെടുന്നത്. ലഘുഘടകങ്ങൾക്ക് കരളിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു ലഘുഘടകങ്ങൾ ഏതൊക്കെയാണ്. ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്, ഫ്രക്ടോസ് അവയൊക്കെയാണ് ലഘുഘടകങ്ങൾ. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് കരളിലാണ്. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാകുന്നു. അതുപോലെ കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം നടക്കുന്നു. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ കരളിൽ വെച്ച് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു. അപ്പോൾ കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പോൾ അവിടെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ ആണ് വിറ്റാമിൻ എ ആക്കി സംഭരിക്കുന്നത്. മദ്യത്തോടുള്ള അതിയായ ആസക്തിയാണ് ഡിപ്സോമാനിയ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് 1 വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിപ്സോമാനിയ എന്നത്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. അപ്പം ലിവർ സിറോസിസ് ഒക്കെ നമുക്ക് കേൾക്കാവുന്ന ഒരു രോഗമാണ്. അപ്പോൾ സിറോസിസിൻ്റെ എന്താണ് കാരണം? കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണ അവസ്ഥ. അപ്പോൾ അത് കോശങ്ങൾ ജീർണിച്ചു പോകുന്നു, അങ്ങനെ കരളിൻ്റെ നാശത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിൻറ്റ്സൊക്കെ പറഞ്ഞു. നമുക്കിനി അടുത്തതായിട്ട് ഹൃദയം എന്ന പോയിൻ്റ് അടുത്ത പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.